ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി പ്രതിപക്ഷം പ്രയോഗിച്ചൊരു തന്ത്രമുണ്ട്. എന്താണെന്നറിയാമോ? വികസന വിഷയങ്ങളൊന്നും ചർച്ചയാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എല്ലാ ചർച്ചകളും സ്വർണ്ണക്കൊള്ളയിലേക്ക് കൊണ്ടുവന്നു. എല്ലാ ചർച്ചയും സ്വർണ്ണക്കൊള്ളയിലേക്ക് കൊണ്ടുവന്നു. ആ സ്വർണ്ണക്കൊള്ള മാത്രം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. ഇന്നിപ്പോൾ മലയാള മനോരമയുടെ 7ാമത്തെ പേജിൽ പോലും മലയാള മനോരമയ്ക്ക് പോലും എഴുതേണ്ടി വന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനതിന്റെ ടൈറ്റിൽ ഒന്ന് വായിക്കാം. 1.5 പതിറ്റാണ്ടിനിടെ കേരളം വളർന്നു 3.5 മടങ്ങോളം. 2011-12 മൊത്തം ആഭ്യന്തര ഉത്പാദനം 3.64 ലക്ഷം കോടി. അവിടെ നിന്ന് ഈ പിണറായി സർക്കാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് 12.49 ലക്ഷം കോടി. എത്രയാ മടങ്ങി? 3 മടങ്ങ് 4 മടങ്ങ് വർധനമുണ്ടായിരിക്കുന്നു. 10 വർഷം കൊണ്ട് ഇരട്ടിയിലേറെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉത്പാദനം GSDP വർദ്ധിച്ചിരിക്കുന്നു. എഴുതുന്നത് മലയാള മനോരമയാണ്. അതിന്റെ അവസാനത്തെ ഒരു വാചകം കൂടി ഞാനൊന്ന് വായിക്കാം. പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളെയും കോവിഡിനെയും കേരളം അതിജീവിച്ചെന്ന് വ്യക്തമാക്കുന്നതാണ് കണക്കുകൾ. 2011-12 3.64 ലക്ഷം കോടിയായിരുന്ന സമ്പദ് വ്യവസ്ഥ 2016 6.35 ലക്ഷം കോടിയാവുന്നു. അവിടെ നിന്ന് 2024-25 വീണ്ടും ഇരട്ടിയോളം വളർന്ന് 12.49 ലക്ഷം കോടിയാവുന്നു. UDF സംബന്ധിച്ച്, പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഒരൊറ്റ തന്ത്രമേ മുന്നിലുള്ളൂ. വികസനം ചർച്ചയാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഏതു പ്രചരണ വിഷയം കൊണ്ടുവന്നാലും അത് അതിന്റെ ഭംഗിയായി നിർവഹിച്ചാൽ നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്. വികസനമാണ് ചർച്ചയാവുന്നതെങ്കിൽ മനോരമയുടെ ഈ ക്ലിപ്പ് മാത്രം പോരാ. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പ്രതിപക്ഷ എം എൽ എമാരുടെ മണ്ഡലങ്ങളിലെ കിഫ്ബിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കണക്കുകളും പുറത്തു വരുമ്പോൾ അതൊക്കെ കേരളം കേൾക്കും, കാണും. പക്ഷെ അതിനെ തടയിടണമെങ്കിൽ UDF ഏക സാധ്യതയുള്ളത് സ്വർണ്ണക്കൊള്ള പോലെ മറ്റൊരു നെഗറ്റീവിലേക്ക് പോകണം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള ഇല്ലായിരുന്നെങ്കിൽ UDF എന്ത് ചെയ്തേനെ? ഏത് വിഷയം പിടിച്ചേനെ? ഇപ്പൊ ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നേറ്റിവിറ്റി ID കാർഡ് കൊടുക്കാൻ പോവുകയാണ്. അത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് കരുതുന്ന ഒരു നടപടിയല്ലേ? രാജ്യമെമ്പാടും ഈ പറയുന്ന പൗരത്വ നിയമത്തിന്റെ വലിയ ഭീഷണി ഉണ്ടാകുമ്പോൾ സംസ്ഥാനം ഒരു പുതിയ ആശയം കൊണ്ടുവരികയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സംസ്ഥാനം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. കരോൾ സംഘത്തിനെതിരെ മറ്റു സംസ്ഥാനങ്ങളിൽ അതിക്രമം നടന്നിട്ട് കേസെടുക്കാതിരിക്കുമ്പോൾ ഇവിടെ കേസെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ അതിന് സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയുള്ള നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുക എന്നത് മാത്രമാണ് UDF മുന്നിലുള്ള ഒരേ ഒരു സ്ട്രാറ്റജി. അത് കണക്കു പറഞ്ഞ് UDF എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അത് നേരിടാൻ പോകുന്നത് എന്നുള്ള തന്ത്രം കൊണ്ടുവരണം. തുടർഭരണം ഒപ്പം കിട്ടുമോ? തുടർഭരണം സംശയം. നിലവിലുള്ള ഈ അവസ്ഥയിൽ എന്താണ് UDF മറുഭാഗത്തുള്ള സ്ട്രാറ്റജി? എന്താണ്? ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഈ സർക്കാരിന്റെ ഭരണം മോശമാണെന്ന് വിലയിരുത്തുക? ഞാനതാ ചോദിക്കും. ഞാൻ ഈ കഴിഞ്ഞ ചർച്ചകളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു വകുപ്പിന്, ഇപ്പോൾ ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ രാജ്യത്ത് ഇതാദ്യമായി ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നിരിക്കുക. നമ്മുടെ സംസ്ഥാനത്താ. അതിൽ അഭിമാനമില്ലേ? അതിനെന്താ ആരോഗ്യവകുപ്പിനെ പഴിക്കാൻ എന്താ ഉള്ളത്? അത് നമ്മുടെ സംസ്ഥാനത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് നേടിയ നേട്ടങ്ങൾ എത്രയാ? എത്ര പേരാണ് ചികിത്സ തേടി പോയത്? ഇതിന്റെ എല്ലാം കണക്കുകൾ നമ്മുടെ മുന്നിലില്ലേ? അപ്പോൾ വസ്തുതകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അത് LDF അനുകൂലമാകും. വസ്തുതയെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ വേലയ്ക്ക് ഒരു പാരടിഗാനം സഹായിച്ചതുപോലെ, ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം സംഭവിച്ചതുപോലെ ഒരു വിഷയം വന്നാൽ അത് പ്രതിപക്ഷത്തെ സഹായിക്കും. അതല്ലാതെ പ്രതിപക്ഷത്തിന് ഒരു സാധ്യതയും ഞാൻ ഈ ഘട്ടത്തിലും കാണുന്നില്ല. പതിവ് വിട്ട തന്ത്രങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കേണ്ടി വരും. പഴയ പടക്കുതിരകളെയൊക്കെ കളത്തിലിറക്കിയാലും അടിസ്ഥാനമായി വോട്ടർമാർ എന്ത് ചർച്ച ചെയ്യുന്നു എന്നതാണ് പ്രശ്നം. ആ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ബാക്കിയുള്ള എല്ലാ ആഖ്യാനങ്ങളും തകർന്നു പോകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.